ഒരു സെക്കൻഡ് എന്റെ കുട്ടീനെ ഞാൻ എങ്ങനെ അകത്തേക്ക് എത്തട്ടെ? പത്തി വിളിച്ചിരിക്കണോ? എനിക്കറിയില്ല. മൂർഖൻ വലുതാണ്. ഇറങ്ങി വരുന്നേ. മൂർഖനാണ്. ഇത്ര കണ്ടപ്പോ തന്നെ കുറച്ചു പേർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, അത് തന്നെ. നമ്മുടെയൊക്കെ നൈറ്റ് മേഴ്സിൽ ഒരെണ്ണമല്ലേ കക്കൂസിൽ പോയിരിക്കുമ്പോ എങ്ങാനും പാമ്പ് വരുമെന്ന്. ഇത്രയും കാലം മറ്റുള്ളവരുടെ വീട്ടിലെ ടോയ്ലറ്റിൽ പാമ്പ് വരുന്നതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത് ഇവിടെ യാഥാർത്ഥ്യമായി. അതും കുഞ്ഞു പാമ്പൊന്നും അല്ലാട്ടോ, നല്ല അസൽ മൂർഖൻ തന്നെ. മുത്തശ്ശി ടോയ്ലറ്റ് പോയ സമയത്താട്ടോ പാമ്പിനെ കണ്ടത്. കാഴ്ച കുറവായിട്ടും പാമ്പിനെ കടി കിട്ടാതെ മുത്തശ്ശി രക്ഷപ്പെട്ടത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലും മുത്തശ്ശി എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. എന്തൊക്കെ ഉണ്ടായെന്ന് മുത്തശ്ശി വിവരിച്ച് പറഞ്ഞു തരാം കേട്ടോ ഈ വീഡിയോയില്. നല്ലൊരു വെളിച്ചല്ലാത്ത ദിവസമാണെന്ന് കണ്ണന്. അപ്പം ഉൾക്കെല്ലാം കഴിഞ്ഞ് കിടന്നതല്ലേ ഇവള്. അപ്പൊ ഞാൻ മൂത്രം കഴിക്കാൻ വേണ്ടി പോയതാണ്. പോയി നോക്കിയതാണ്. നിങ്ങളൊക്കെ കിടക്കുകയല്ലേ, പോയതാണ്. അപ്പൊ ഇവളെ ബക്കറ്റ് വെച്ചില്ലേ പൈപ്പിന്റെ ചുവട്ടില്, ആ ബക്കറ്റിന്റെ ആ മൂലയിന്ന് ഇങ്ങനെ പോണു. ഇങ്ങനെ നീറി. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയാ ഇപ്പൊ നീർക്കോലി ഇതിനുള്ളിൽ കടന്നുകൂടി. നീർക്കോലിന് മാതിരിയിലാണ്. നീർക്കോലിനെ ഈ കണ്ടിട്ടില്ല. അതിക്കറിയില്ലേ? അയ്യോ. എന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ പോലെ ഇങ്ങനെ അവിടെ ഞാൻ പിന്നെ ഒന്നും കൂടി നോക്കി. അപ്പൊ അത് ആ മൂലയില് പോയിട്ട് ആ മൂലയിൽ ഇങ്ങനെ കയറാൻ മേപ്പെട്ട് ആ മൂലയിൽ കൂടി. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോഴാക്കി മനസ്സിലായത്. ഇങ്ങനെ കത്തിക്ക് രക്ഷപ്പെട്ടത് തന്നെയാണ്. അല്ലെ മോളെ ഞാനത് കാണുമോ പോയി ഇരിക്കില്ലേ? ഇരിക്കില്ല. മൂത്രം വയ്ക്കാൻ പോയില്ല കിടക്കിനടുത്ത്. അയ്യോ ആ കടി വെച്ചാല് അമ്മ ഒന്ന് തൊട്ടാ കഴിഞ്ഞില്ലേ? അങ്ങനെ അല്ലേ? എന്തൊരു സന്തോഷം. കൊണ്ടുപോകല്ലേ? അപ്പൊ സന്തോഷല്ലേ? ഇവരാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാര്. അച്ഛമ്മേനെ രക്ഷിച്ചത് അവരല്ലേ? താങ്ക് യു പറഞ്ഞു. മക്കളെ താങ്ക് യു ആണ്. വയസ്സായത് അമ്മക്ക് കണ്ണും കാണില്ല ചൂടും കേൾക്കില്ല നല്ല മാളിക രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ പോണതല്ലേ. മൂത്രം അടയ്ക്കാൻ പോയി നിച്ചല്ലേ എന്നാലും മൂത്രം അടയ്ക്കാൻ പോയതായിരുന്നു. മൂത്രം ആവിയായി പോയി. കടിയിന്ന് രക്ഷപ്പെട്ടത് തന്നെയാ. അല്ലെങ്കിൽ കടിച്ചില്ലേ? പക്ഷെ എന്നെ കടിക്കുന്നല്ലേ. മുത്തശ്ശിന്റെ ഭയങ്കര ഇഷ്ടാ. കടിക്കില്ല. മോനാ ഇതാണ് മോനെ കണ്ടത് അച്ഛമ്മ. വന്നിക്കിണ്ട് വേറെ എവിടെയും തലയില്ലാത്ത മാതിരി. കൊന്നിട്ടില്ല. ഓല് കൊണ്ടുപോയിക്കാ. ഓല് കൊല്ലൊന്നുമില്ല. അതോ എന്റെ ചെരുപ്പിന്റെ കാലിൽ എഴുതിട്ട് ഞാൻ പഠിച്ചായി. അപ്പൊ ധൈര്യം പറഞ്ഞിട്ട് ധൈര്യം തന്നെ. അത് കാൽമല ഇങ്ങനെ എറിഞ്ഞ. എന്നാലും മുത്തശ്ശിയുടെ ധൈര്യം സംഭവിച്ചിട്ടോ. എങ്ങനെ ഇപ്പൊ അവിടുന്ന് ഇറങ്ങി വന്ന് എല്ലാരോടും പറയാനൊക്കെ ശക്തി എവിടുന്ന് വന്ന്? ഒന്നും പറയണ്ട. ഞാൻ വരച്ച് കൊണ്ടാണ് ശ്വാസം മുട്ടിപ്പോയി. എന്തായാലും അച്ഛമ്മയുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അല്ലെ നീ ഞാൻ ജീവിച്ചുണ്ടാവുമോ? ഞാനെങ്ങാനോണ്ട് ടോയ്ലറ്റ് പോയിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിന്റെ കാറ്റ് പോയേനെ. അച്ഛമ്മക്ക് എന്തായാലും അടുത്തൊരു കൊല്ലത്തേക്ക് പറയാനുള്ള കഥയായി. ഇത് തന്നെ ഇപ്പൊ എത്ര വട്ടം എന്നോട് വാദം വരാതെ പറഞ്ഞോണ്ടേ ഇരിക്കണെന്നറിയോ? അതിന് മണ്ടേല് ഇങ്ങനെ ഇങ്ങനെ. എന്തായാലും നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിട്ട് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൽ മുത്തശ്ശി വിശദീകരിച്ച് പറയുന്നുണ്ട് എങ്ങനെയാ മുത്തശ്ശി കണ്ടതെന്നും അതിനെങ്ങനെയാ പിടിച്ചതെന്നും അതിന്റെ ഡിസൈൻ എന്താന്നൊക്കെ. കൂട്ടത്തില് വേറൊരു കഥ കൂടെ ഉണ്ട്. അച്ഛമ്മയുടെ തറവാട്ടുകാർക്ക് പാമ്പിന്റെ എന്നൊരു വരം കിട്ടിയിട്ടുണ്ട് അത്രേ. അതുകൊണ്ടാണ് അത്ര ഇന്ന് കടി കിട്ടാതെ രക്ഷപ്പെട്ടത്. പക്ഷെ എന്റെ ബലമായ സംശയം അതൊരു പുളുക്കഥയാണെന്നാണ്. എന്തായാലും നിങ്ങളതൊന്ന് കേട്ട് നോക്കൂട്ടോ. എനിക്കെന്തായാലും നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നമുക്കൊന്നും തൽക്കാലം പാമ്പിന്റെ കയ്യിൽ വരം കിട്ടാതെ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് കടിയെങ്കിലും കിട്ടാതെ സൂക്ഷിക്കുക. ഞാൻ പോയി അച്ഛമ്മയുടെ ബാക്കി കഥ കേൾക്കട്ടെ. ഇങ്ങനെ പോണു.